ഇന്ത്യൻ ഹിസ്റ്ററിയിൽ കഴിഞ്ഞ 40 വർഷമായിട്ട് ഒത്തിരി ഡിപ്പുകൾ ഇന്ത്യൻ മാർക്കറ്റുകളിൽ നേരിട്ടിട്ടുണ്ട്. എല്ലാ ഹിസ്റ്ററിയിലും വിത്തിൻ 2 years 2 വർഷത്തിനുള്ളിൽ എഗെയിൻ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. മേജർ ഇൻഡെക്സ് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി തുടങ്ങിയ മേജർ ഇൻഡെക്സ് എല്ലാം നല്ല റൈറ്റ് വാല്യൂഷനിൽ തന്നെയാണ്. ഈ 22,000 ബോട്ടാണ് റീറ്റെയിലേഴ്സിനെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഇന്നലത്തെ ഒരു ക്യാൻഡിൽ ക്ലോസ് 23,000 ആൾക്കാർക്ക് ഇങ്ങനെ തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മാർക്കറ്റ് ഒരു 22,000 എത്തി ചെറിയൊരു ബൗൺസ് ബാക്ക് നടത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് 22,000 സപ്പോർട്ട് എടുക്കുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എല്ലാവരും ചോദിക്കുന്നുണ്ട്. പക്ഷെ നമുക്കൊരു ആൻസർ പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് അല്ലേ. അതായത് ഒരു വെർട്ടിക്കൽ റാലി. ഉറപ്പായിട്ടും നമ്മൾ ലാസ്റ്റ് പോഡ്കാസ്റ്റിൽ സംസാരിച്ചത് തന്നെ ഒരു വെർട്ടിക്കൽ റാലി പ്രതീക്ഷിക്കേണ്ട എന്ന് തന്നെയാണ്. പക്ഷേ മാർക്കറ്റ് ആ പറഞ്ഞ 22,000 അല്ലെങ്കിൽ 21,800 അടുത്ത് ടച്ച് ചെയ്തുകൊണ്ട് ഒരു സഡൻ 3-4 ഡേയ്സ്, ഇന്ന് നമ്മൾ ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് പോലും നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് 22,580 അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 600-700 പോയിൻറ്റ്സിൻ്റെ റിക്കവറി വിത്തിൻ 3-4 ഡേയ്സിൽ ഒരു 600-700 പോയിൻറ്റ്സിൻ്റെ റിക്കവറി നിഫ്റ്റി നടത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതായിരുന്നു ബോട്ടം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. അപ്പോൾ ഇതാണോ ബോട്ടം എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ബോട്ടം എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, ഇതല്ലേ ഇമ്പോർട്ടൻറ്റ്. ഇന്നല്ലെങ്കിൽ നാളെ വീണ്ടും മാർക്കറ്റ് കറക്റ്റ് ചെയ്തേക്കാം. അപ്പോൾ ബോട്ടം എത്തുമ്പോൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്കിന്ന് കൂടുതൽ ഹൗ ടു ഫൈൻഡ് ബോട്ടം എന്നുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കണം. പക്ഷേ ഹൗ ടു ഫൈൻഡിനൊക്കെ കൂടുതൽ നമ്മളങ്ങോട്ട് ഫൈൻഡ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ പറയണം ഓക്കെ ഇതാണ് ബോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഭയങ്കര അവർക്ക് അതായിരിക്കും കുറച്ചുകൂടി നല്ലതല്ലേ, നമ്മൾ അതായിരിക്കും അവർ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് തോന്നുന്നു. എന്നെ സംബന്ധിച്ചോളം ഇതാണോ ബോട്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. ഞാൻ ഇപ്പോഴും കറക്ഷൻ തീർന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് തീർന്നു എന്ന് ഉറപ്പ് പറയാൻ പറ്റാത്ത, വേട്ട അവസാനിപ്പിച്ചു എന്ന് വിശ്വസിപ്പിക്കുന്ന ആളാണ് വേട്ടക്കാരൻ. അതായത് FII സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്തു എന്ന് എന്താ പറയാ റീറ്റെയിലേഴ്സിനെ മനസ്സിലാക്കിപ്പിച്ചിട്ട് FIIന്റെ സെല്ലിംഗ് സ്റ്റോപ്പ് ചെയ്തു എന്ന് റീറ്റെയിലേഴ്സിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് വീണ്ടും ഈ റിക്കവറി ഉണ്ടായിട്ടും ഒറ്റ ദിവസം FIIs നെറ്റ് ബയേഴ്സ് ആയിട്ടില്ല. ഓക്കെ, പക്ഷേ ഇവിടെ എന്നെ അട്രാക്ട് ചെയ്ത മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, മാർക്കറ്റ് റിക്കവർ ചെയ്ത അതേ സമയത്ത് തന്നെ ഡോളർ ഇൻഡെക്സിൽ വലിയൊരു ക്രാഷ് നമ്മൾ കണ്ടു. ഡോളർ ഇൻഡെക്സിൻ്റെ റേറ്റ് അത് ആക്ച്വലി ഒരു പോസിറ്റിവിറ്റിയാണ്. ഇനി നമ്മൾ മാർക്കറ്റ് റിവേഴ്സ് ആയോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പ്രധാനപ്പെട്ടായിട്ട് ഫണ്ടമെൻ്റലി നമ്മൾ നോട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, കമ്പനികളുടെ EPS ഏണിംഗ് പെർ ഷെയർ കൂടി വരണം. ഇപ്പോൾ നമുക്കറിയാം കൊറോണയുടെ സമയത്തൊക്കെ അത് ഭയങ്കരമായിട്ട് ക്രാഷ് ചെയ്തു, അതിനുശേഷം അത് റിക്കവർ ചെയ്തു, മാർക്കറ്റ് റാലി നടത്തി. പക്ഷേ കഴിഞ്ഞ 2 ക്വാർട്ടറായിട്ട് ഇപ്പോൾ Q2 ആണെങ്കിലും Q3 ആണെങ്കിലും ഏണിങ്സ് വിചാരിച്ചതിനേക്കാൾ വളരെ കുറവായിരുന്നു EPS എന്ന് പറയുന്നത്. പിന്നീട് കമ്പനികളുടെ മാനേജ്മെൻറ്റ് പുറത്തുവിടുന്ന ഗൈഡ് ലൈൻസ് ആണ്. അടുത്ത ക്വാർട്ടറിൽ ഇത്രയും വലിയ റിസൾട്ട് ഉണ്ടാവും, അടുത്ത വർഷം ഇത്രയും വലിയ റിസൾട്ടുകൾ ഉണ്ടാകുമെന്ന്. അപ്പോൾ നിഫ്റ്റി മുകളിൽ പോകണമെങ്കിൽ ലാർജ് ക്യാപ്പിൽ ഒത്തിരി സ്റ്റോക്കുകൾ റിക്കവർ ചെയ്യണം, ഒത്തിരി സ്റ്റോക്കുകൾ നല്ല പെർഫോമൻസ് നടത്തണം അല്ലേ. അപ്പോൾ കൂടുതൽ മാനേജ്മെൻറ്റ് മികച്ച റിട്ടേൺ ആണ് അടുത്ത ക്വാർട്ടറുകളിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാക്കാം എന്ത്, നിഫ്റ്റിയും ഈ കമ്പനിയുടെ കൂടെ റിക്കവർ ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല കമ്പനികളുടെ മാനേജ്മെൻറ്റ് ഗൈഡ് ലൈൻസ് അത്രയും നല്ലതല്ല, EPSും അത്രയും നല്ലതല്ല എന്നാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഒരു ബോട്ടം ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എപ്പോഴും ഈ പറയുന്ന EPSും മാനേജ്മെൻറ്റിൻ്റെ ഗൈഡ് ലൈൻസ് നോക്കിയിട്ട് തന്നെയാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വാല്യുവേഷൻ ഹിസ്റ്റോറിക്കലി നോക്കും. ഇപ്പോൾ P റേഷ്യോ കഴിഞ്ഞ 10 വർഷത്തെ നിഫ്റ്റിയുടെ P റേഷ്യോ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നിഫ്റ്റി ഈ തവണ 19.5 റേറ്റ് വരെ P റേഷ്യോ വന്നു. നമ്മൾ കഴിഞ്ഞ 10 വർഷത്തെ ഹിസ്റ്ററി വന്നു കഴിഞ്ഞാൽ ഈ റേറ്റിൽ ഇതിനു മുൻപ് വന്നിരിക്കുന്നത് 2021 കറക്ഷനിൽ കൊറോണയുടെ സമയത്ത് 17-16 വരെയും P പോയിട്ടുണ്ട്. പിന്നെ 2016 നമുക്ക് പിന്നെ 19 എന്ന് പറയുന്ന റേറ്റിൽ വരുന്നത്. അപ്പോൾ ഹിസ്റ്റോറിക്കലി P19 എന്ന് പറയുന്നത് ഒരു റിവേഴ്സൽ ഏരിയ തന്നെയാണ്. അപ്പോൾ P റേഷ്യോൻ്റെ ഹിസ്റ്റോറിക്കൽ കാര്യങ്ങൾ, മാർക്കറ്റിൻ്റെ സപ്പോർട്ട് റെസിസ്റ്റൻസ്, ടെക്നിക്കൽ അനാലിസിസ് വെച്ചിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ലെവൽസ് നോക്കിയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഈ പറയുന്ന ലെവലിലാണോ മാർക്കറ്റ് ബോട്ടത്തിലാണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ ഫണ്ടമെന്റലി ഈ ഒരു കാര്യം മാത്രം നോക്കി നമുക്ക് ബോട്ടം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഒന്ന് EPSും ഹിസ്റ്ററി നോക്കിയിട്ട് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ FII DASന്റെ ക്യാഷ് ഫ്ലോ
നോക്കിയിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോൾ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരിയിലൊക്കെ FIS നിന്ന് സെല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. DIS അത് അബ്സോർവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇനിയും സാധിക്കുമോ എന്നുള്ളത് വളരെ ക്രൂഷ്യലാണ്. അപ്പോൾ DISന് അപ്പോൾ FIS തിരിച്ചു വരികയും DIS പിടിച്ചു നിൽക്കുകയും ചെയ്താൽ മാത്രമല്ലേ മാർക്കറ്റ് റിവേഴ്സ് ആവത്തുള്ളൂ. അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഫണ്ടമെന്റലി EPS റേഷ്യോ നോക്കുന്ന കാര്യം പറഞ്ഞു, അത് മാത്രമാണോ FIDSന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോൾ ഇല്ലേ? തീർച്ചയായിട്ടും FISൻ്റെയും DISൻ്റെയും ക്യാഷ് ഫ്ലോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. FIS തിരിച്ച് വന്നാൽ മാത്രമാണ് ആക്ച്വലി നമ്മുടെ മാർക്കറ്റ് റിക്കവർ ചെയ്ത് തുടങ്ങും. അല്ലെങ്കിൽ നമുക്ക് ബോട്ടം എത്തി, അല്ലെങ്കിൽ റൈറ്റ് വാല്യുവേഷനിൽ എത്തി, അതുകൊണ്ട് FIS തിരിച്ച് വന്നു എന്ന് നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ FIS തിരിച്ച് വാങ്ങി തുടങ്ങേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ വളരെ ഇമ്പോർട്ടൻറ്റ് ഡോളർ ഇൻഡെക്സിൻ്റെ പ്രൈസാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡോളർ ഇൻഡെക്സിൽ വലിയൊരു ക്രാഷ് വന്നു എന്ന്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു വലിയ ക്രാഷ് ഡോളർ ഇൻഡെക്സിൻ്റെ ചാർട്ടിൽ ഉണ്ട്. ഇത് ആക്ച്വലി പോസിറ്റിവിറ്റിയാണ്. ഒരു നോർമൽ റേറ്റിലോട്ട് ഡോളർ ഇൻഡെക്സ് വന്നാൽ അത് ഇന്ത്യൻ മാർക്കറ്റിന് വളരെ ഗുണമാണ്. പിന്നീട് നമ്മൾ ടെക്നിക്കൽസിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും നമ്മൾ ഭയങ്കര ഒരു മേജറായിട്ട് കാണേണ്ട ഒരു ടെക്നിക്കൽസ് എന്ന് പറയുന്നത് EMA ആണ്, എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ്. അത് 200ഉം 50ഉം ഇട്ടിട്ട് 200 ഡേ മൂവിങ് ആവറേജിനെ 50 ഡേ മൂവിങ് ആവറേജ് ക്രോസ് ചെയ്താൽ, അതായത് വലിയ മൂവിങ് ആവറേജിനെ ചെറിയ മൂവിങ് ആവറേജ് 200 ഡേ മൂവിങ് ആവറേജിനെ 50 ദിവസത്തെ ആവറേജ് മൂവിങ് ആവറേജ് വെച്ചിട്ട് അത് ക്രോസ് ഓവർ നടത്തിയാൽ 200നെ 50 താഴ്ത്തുനിന്ന് മുകളിലോട്ട് ക്രോസ് ഓവർ നടത്തിയാൽ മാത്രമേ നമുക്ക് മാർക്കറ്റ് ഒരു റിവേഴ്സലായി എന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ. നിങ്ങൾ ഏത് സ്റ്റോക്കിൻ്റെ ചാർട്ട് എടുത്ത് നോക്കിയാലും ഒരു വലിയ ബീറിഷ്നെസ്സിന് മുൻപ് 200 ഡേനെ 50 മുകളിൽ നിന്ന് താഴത്തോട്ട് ക്രോസ് ഓവർ ചെയ്തിട്ടുണ്ട്. തിരിച്ച് നോക്കുകയാണെങ്കിൽ ഏതൊരു ബുള്ളിഷ് റാലിക്ക് മുമ്പും 200നെ താഴ്ത്തുനിന്ന് മുകളിലോട്ട് ക്രോസ് ഓവർ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ മാർക്കറ്റിൽ എല്ലാ സമയത്തും ടെക്നിക്കലിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അനാലിസിസ് തന്നെയാണ് ഈ പറയുന്ന മൂവിങ് ആവറേജ്. ഈ 4 കാര്യങ്ങൾ, 3 ഫണ്ടമെൻ്റൽ റീസൺസ്, ഒരു ടെക്നിക്കൽ റീസൺസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബോട്ടം എത്തിയോ എന്ന് ഒരു വിധമൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റേണ്ടതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ടെക്നിക്കലി നോക്കുമ്പോൾ 22,000 എന്ന് പറയുന്നത് നല്ലൊരു സപ്പോർട്ട് സോൺ തന്നെയാണ്. പക്ഷേ ഇവിടെ നിന്നുള്ളൊരു ബൗൺസ് ബാക്ക് അത്ര സ്ട്രോങ് ആയിട്ടൊരു വെർട്ടിക്കൽ റാലി നടത്തുമെന്ന് ഞാനും വിചാരിക്കുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് ഫ്രൈഡേ ആണ്. ഇന്നലത്തെ നിഫ്റ്റിയുടെ ഡേ ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു ഹാമറായിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. അത് കണ്ടു പക്ഷെ അത് കണ്ടപ്പോൾ ഞാൻ റിക്കവറി ആണോ എന്നുള്ളൊരു, കാരണം ഞാൻ കുറച്ചുകൂടി ടെക്നിക്കലാണ് നോക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് ചെറിയൊരു മുകളിലോട്ടൊരു റാലി നടത്തിയിട്ട് എഗെയിൻ ഒരു താഴത്തേക്കൊരു ഇതാണ് എൻ്റെ ഒരു പക്ഷേ ചിലപ്പോൾ ഈ ലോ വീണ്ടും റീടെസ്റ്റ് ചെയ്തേക്കാം, ഇല്ലയെന്നൊന്നും പറയുന്നില്ല. ഇപ്പം നമ്മൾ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ നമുക്ക് കോവിഡ് വന്നിട്ടുണ്ട്, 2004 സുനാമി വന്നിട്ടുണ്ട്, നോട്ട് നിരോധനം, 2008 ഗ്ലോബൽ എക്കണോമിക് ഫ്രീസിങ്, അതുപോലെ തന്നെ ഇന്ത്യ ഹിസ്റ്ററി, കഴിഞ്ഞ 50 വർഷത്തെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ 2 ഇന്ത്യ പാകിസ്ഥാൻ വാർ, 1 ഇന്ത്യ ചൈനീസ് വാർ. പിന്നീട് നോക്കുകയാണെങ്കിൽ ഹർഷത് മേത്ത സ്കാം, 2G സ്പെക്ട്രം, അങ്ങനെ തുടങ്ങി ഇന്ത്യൻ ഹിസ്റ്ററിയിൽ കഴിഞ്ഞ 40 വർഷമായിട്ട് ഒത്തിരി ഡിപ്പുകൾ ഇന്ത്യൻ മാർക്കറ്റുകളിൽ നേരിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഹിസ്റ്ററിയിലും വിത്തിൻ 2 ഇയേഴ്സ് 2 വർഷത്തിനുള്ളിൽ എഗെയിൻ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ 20% കറക്ഷനുണ്ട്, ഇതിൽ 40% to 50% കറക്ഷൻസ് ഉണ്ട്. എന്നിട്ട് പോലും മാർക്കറ്റ് ശക്തമായിട്ട് തിരിച്ച് ഹൈ വന്നിട്ടുണ്ട്. ഇന്ത്യൻ മാർക്കറ്റ് ഹിസ്റ്ററിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ ഹിസ്റ്ററി തന്നെ റിപ്പീറ്റ് ചെയ്യുമെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വീണ്ടും ഒരു ഓൾ ടൈം ഹൈ കാണാൻ പറ്റും എന്ന് തന്നെയാണ് എനിക്ക് എൻ്റെ പേഴ്സണൽ കേസിൽ എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോൾ മേജർ ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 15% മാക്സിമം കറക്റ്റ് ചെയ്തിട്ടുള്ളൂ. എന്നാൽ നെക്സ്റ്റ് 50 25% കറക്ഷൻ നടത്തിയത് നല്ല ഡീസൻറ്റ് കറക്ഷനാണ്. ഇനി നമ്മൾ നിഫ്റ്റി 100 നോക്കിയാൽ അത് 15-17 ഉള്ളൂ. നിഫ്റ്റി 500 പോലും ഒരു 17% കറക്ഷനേ ഉള്ളൂ. ഇനി നമ്മൾ നിഫ്റ്റി മിഡ് ക്യാപ് 50, നിഫ്റ്റി മിഡ് ക്യാപ് 150, നിഫ്റ്റി മിഡ് ക്യാപ് 250 ഒക്കെ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം 30, 20, 25% വലിയ കറക്ഷൻസ് നടത്തിയതായിട്ട് കാണാൻ പറ്റും. മേജർ ഇൻഡെക്സിൽ ഏറ്റവും അടിപൊളിയായിട്ട് നിൽക്കുന്നത് എനിക്ക് തോന്നുന്നത് ഫിൻനിഫ്റ്റിയാണ്. ഫിൻനിഫ്റ്റി ഫിൻ സർവീസ് മാത്രം 8% കറക്ഷനേ നടത്തിയിട്ടുള്ളൂ. ചാർട്ട് നോക്കി അറിയാൻ പറ്റും. ഫിൻ സർവീസിൽ നിന്ന് ബാങ്കുകളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 5% കറക്ഷനോ, ബജാജും ഉൾപ്പെടെയുള്ള പല സ്റ്റോക്കുകളും വലിയ കാര്യമായിട്ട് കറക്റ്റ് പോലും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ശ്രദ്ധ പതിയേണ്ടത് അവിടെയൊക്കെയാണ്.
ഈ ബീറിഷ് മാർക്കറ്റിലും പിടിച്ചു നിന്നവരാരൊക്കെയാണ്? അത് അവർ സ്ട്രോങ് ആയതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഈ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾ കറക്റ്റ് ചെയ്യാതിരുന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഈ സെക്ടറുകൾ തരം തിരിച്ച് കാണുക. ഇപ്പോൾ നമ്മൾ 1 by 1 ആയിട്ട് സെക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 25% അല്ലെങ്കിൽ 30% കറക്ഷൻ ചെയ്ത വളരെ കുറച്ച് സെക്ടറുള്ളൂ. മീഡിയ, അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ്, എനർജി, PSC, നിഫ്റ്റി PSC, ഈ സെക്ടറുകളാണ് വലിയ കറക്ഷൻസ് നമുക്ക് തന്നത്. ഇപ്പോൾ IT ഒക്കെ നോക്കുകയാണെങ്കിൽ അവസാനത്തെ ആഴ്ചയൊക്കെ നന്നായിട്ട് കറക്റ്റ് ചെയ്തിരുന്നു, എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വീണ്ടും തിരിച്ചു കയറി. അപ്പോൾ നമ്മൾ മാർക്കറ്റിനെ ഓവറോൾ നോക്കുമ്പോൾ ഓവർ വാല്യൂഡ് ആയിട്ടിരുന്ന സ്ഥലങ്ങളെല്ലാം ഒരുവിധമൊക്കെ തിരിച്ചു കയറി. സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പിൻ്റെയൊക്കെ P റേഷ്യോ 26-27 എത്തി. അത് ഭയങ്കര അട്രാക്റ്റീവ് ആണെന്ന് എനിക്ക് സ്റ്റിൽ തോന്നുന്നില്ല. ചിലപ്പോൾ ഒരു പക്ഷേ കുറച്ചുകൂടി കറക്ഷൻ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഒക്കെ വന്നേക്കാം. എന്നാൽ മേജർ ഇൻഡെക്സ് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി തുടങ്ങിയ മേജർ ഇൻഡെക്സ് എല്ലാം നല്ല റൈറ്റ് വാല്യൂഷനിൽ തന്നെയാണ്. ഈ 22,000 ബോട്ടമാണെന്ന് റീറ്റെയിലേഴ്സിനെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഇന്നലത്തെ ഒരു കാൻഡിൽ ക്ലോസ് 23,000 ആൾക്കാർക്ക് ഇങ്ങനെ തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ എനിക്ക് അത്ര ഫീൽ ചെയ്തില്ല. ഇത് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഒന്നാമത്തെ കാര്യം ആ റിക്കവറി, അവിടെ നിന്ന് ഒരു V-ഷേപ്പ് റിക്കവറിയുടെ ഫീൽ വരുന്നുണ്ട്. അത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ചെറിയ റിക്കവറി ആയിട്ട് ഒരു പോർട്ട്ഫോളിയോയിലൊക്കെ സ്റ്റോക്കുകൾ വലിയ കയറ്റം കയറിയേക്കാണ്. അപ്പൊ ഞാൻ സുനിലിന്റെ അടുത്ത് പറയുകയും ചെയ്തു, പോർട്ട്ഫോളിയോയിൽ IT സ്റ്റോക്സ് കൂടുതലുള്ളതുകൊണ്ടാണ്. മേ ബി ആയിരിക്കും. അപ്പോൾ ഞാൻ സുനിലിന്റെ അടുത്ത് പറയുകയും ചെയ്തു, നമുക്ക് പറയാം നിങ്ങൾ ഒന്ന് വിൽക്കരുത്, ഇതൊക്കെ കൈ പിടിക്കാം. അപ്പോൾ സുനിൽ എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്, അവരൊക്കെ കയ്യിൽ വെച്ചിരിക്കുന്ന സ്റ്റോക്ക് ഏതാണെന്ന് നിനക്കറിയോ? അപ്പോൾ ഞാൻ ശരിയാ, അതെനിക്കറിയില്ല. തീർച്ചയായിട്ടും അതൊരു അല്ലേ, നമ്മൾ പറയുമ്പോൾ ജനറലൈസ് ചെയ്ത് നമ്മൾ നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. പക്ഷെ നിങ്ങൾ ഏത് സ്റ്റോക്കാണ് കയ്യിൽ വെച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾക്ക് ആ ലിമിറ്റേഷൻ വരുന്നത് അവിടെയാണ് അല്ലേ? തീർച്ചയായിട്ടും. കാരണം എല്ലാ മാർക്കറ്റ് ഫാളും ഞാൻ പറഞ്ഞ പോലെ 2 കൊല്ലത്തിനുള്ളിൽ തിരിച്ച് ഓൾ ടൈം ഹൈ അടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ സ്റ്റോക്സും പക്ഷേ തിരിച്ചു വന്നിട്ടില്ല. ഇൻഡെക്സ് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിലും എല്ലാ സ്റ്റോക്സും തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന കമ്പനികൾക്ക് ഡെപ്റ്റ് ഇല്ല എന്ന് ഉറപ്പുവരുത്താം, നല്ല ക്യാഷ് ഫ്ലോ ഉണ്ട് എന്ന് ഉറപ്പുവരുത്താം, റിക്കവർ ചെയ്യുന്നുള്ള ആ സെക്ടറിൽ വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്താം. അങ്ങനെയാണെങ്കിൽ കൈ പിടിക്കാം. ഇത് തിരിച്ചറിയാനുള്ള ഒരു നോളജാണ് എല്ലാവർക്കും. ടെക്നിക്കലി നോക്കുമ്പോൾ പറഞ്ഞ ഫിനാൻസ് സെക്ടേഴ്സ് 8% കറക്റ്റ് ചെയ്തതിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ഞാൻ എൻ്റെ ചാനലിൽ ബജാജ് ഫിനാൻസിൽ ഒരു ഇയർലി ബ്രേക്ക് ഔട്ടിൽ ഞാനൊരു എൻട്രി എടുത്തിരുന്നു. അപ്പം അതെനിക്ക് അത്യാവശ്യം ഇപ്പോഴും പ്രോഫിറ്റ് തന്നെ നിൽക്കുന്നത്. അപ്പോൾ ഞാനത് ടെക്നിക്കലി നോക്കിയിട്ടാണ് ആ ഒരു എൻട്രി പോയത്. അപ്പോൾ ആ ഫിനാൻസ് സ്റ്റോക്കിൽ പിടിച്ചു നിൽക്കുന്നത് അതിൽ എൻട്രി കിട്ടുകയും ചെയ്തു. അപ്പോൾ ടെക്നിക്കലി അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും ടെക്നിക്കലി ആണെങ്കിലും നമുക്ക് സ്ട്രോങ്. ഇപ്പോൾ നമ്മൾ സെക്ടറൽ അനാലിസിസ് ഇതെല്ലാം ടെക്നിക്കൽ അനാലിസിസ് തന്നെയല്ല. ഫണ്ടമെൻ്റലി അധികം നോക്കാത്ത ആൾക്കാർ പോലും ടെക്നിക്കലി നോക്കുമ്പോൾ പെർഫെക്റ്റ് സ്റ്റോപ്പ് ലോസുകൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. റൈറ്റ്. അതുപോലെ തന്നെ നമ്മൾ സാധാരണ നമ്മുടെ പോഡ്കാസ്റ്റ് ചെയ്യാറുള്ളത് നമ്മുടെ ഓഫീസിലെ സ്റ്റുഡിയോയിൽ തന്നെയാണ്. ഇന്ന് നമ്മൾ ഒരു കഫേയിൽ വെച്ചിട്ടാണ് നമ്മുടെ പോഡ്കാസ്റ്റ് നമ്മൾ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. ഒരു നല്ല തകർപ്പൻ ആംബിയൻസ്, അത്യാവശ്യം നല്ലൊരു കോൾഡ് കോഫി കാര്യങ്ങളെല്ലാം ഓർഡർ ചെയ്തിട്ട് അപ്പോൾ ബോട്ടം എത്തിയോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഒരു ഏകദേശ ധാരണ എല്ലാ ആൾക്കാർക്കും ആയെന്ന് വിശ്വസിക്കുകയാണ്. മാർക്കറ്റ് ഗ്രാജുവലി തിരിച്ചു വരട്ടെ. ടൈം എടുത്ത് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞ മാതിരി. അപ്പോൾ March 20 ആകാറായി. മാർച്ച് 20 ആകാറായി. 21,800 21,000 അടുത്ത് മാർക്കറ്റ് എത്തുകയും ചെയ്തു. അപ്പോൾ 2 കോമ്പിനേഷനും ഒരുവിധം നല്ലൊരു കോമ്പിനേഷനാണെന്ന് വിശ്വസിക്കാം. അപ്പോൾ മാർക്കറ്റ് തിരിച്ചു വരട്ടെ, ഗ്രാജുവലി തിരിച്ചു വരട്ടെ എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അടുത്തൊരു പോഡ്കാസ്റ്റ് ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ഗുഡ് ബൈ.